പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വാഴ്ത്തിടുമാറാകട്ടെ. അനുഗ്രഹ സമൃദ്ധനായ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് തരുന്ന എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് വന്ന നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ചിന്ത ഒന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 25-26 വാക്യം. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായും കാരാഗ്രഹത്തിൽ അടിസ്ഥാനം കുലുങ്ങിയും വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. പ്രത്യേകിച്ച് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിന് 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഈ ഭാഗങ്ങൾ, ഈ സാഹചര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം പൗലോസും ശീലാസും. ഇതിന്റെ ആരംഭ സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് വ്യക്തമായ ഇടപെടലുകൾ നൽകിയാണ് ദേവദാസന്മാരെ മക്കദോനിയയിലേക്ക് അയക്കുന്നത്. അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച സമയത്ത് അതിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞു, അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മ വിലക്കി. എന്നാൽ അതേപോലെ തന്നെ ഫ്രിഗ്യയിലൊക്കെ പോയി അവർ സംസാരിക്കണം. മുസയിലെത്തി ബിഥുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ യേശുവിന്റെ ആത്മാവ് അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടാകും, കർത്താവിന്റെ ആത്മാവ് സമ്മതിച്ചില്ല, പരിശുദ്ധാത്മ വിലക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ ദൈവ മനുഷ്യർ വചനം പ്രസംഗിക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരാണ്. കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിച്ച് ആസിയിലൊക്കെ വചനം പ്രസംഗിക്കാൻ ആഗ്രഹിച്ച ഒരു സമയത്ത് പരിശുദ്ധാത്മ വിലക്കിട്ട് പറയുകയാണ്, ഇല്ല, ഇവിടെയല്ല പ്രസംഗിക്കേണ്ടത്. അവർ ബിഥുന്യയിലേക്ക് പോകുവാൻ അവർ ആഗ്രഹിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് പറയുന്നു അവരെ വിലക്കുക. ഒരു ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ വിലക്കുകളെ തിരിച്ചറിയുക എന്നുള്ളത്. ദൈവികമായ ഗൈഡൻസുകൾ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യങ്ങൾ ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ വിലക്കുകളെ തിരിച്ചറിയുക എന്നുള്ളത്. ദൈവിക നിയോഗം നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ മുമ്പിൽ നിൽക്കുന്നവരാണ്. പക്ഷേ എപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ വിലക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ സംഭവിക്കും. അപ്പോൾ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ദൈവിക നിയോഗങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വിലക്കുകളെയും, പരിശുദ്ധാത്മാവ് എന്നെ എവിടെ അയക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നെ എവിടെ വിലക്കുന്നു, പരിശുദ്ധാത്മാവോട് എന്ത് പറയാൻ പറയുന്നു, പരിശുദ്ധാത്മാവോട് എന്ത് ചെയ്യാൻ പറയുന്നു, എന്ത് ചെയ്യരുതെന്ന് പറയുന്നു, ഇതെല്ലാം മനസ്സിലാക്കുന്ന ആത്മനിയോഗമുള്ള വ്യക്തികളായി തീരുവാൻ പരിശുദ്ധങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കും, എല്ലാ സ്ഥലത്തും സുവിശേഷം പറയാൻ കർത്താവ് പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവൻ പൗലോസിനെയും ശീലാസിനെയും കർത്താവ് ആഗ്രഹിച്ചത് ആസിയേക്കാൾ, ബിഥുന്യയേക്കാൾ കർത്താവ് ആഗ്രഹിച്ചത് ഒരു മക്കദോനിയയിലേക്കാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ചില സമയങ്ങൾ എന്താ കർത്താവെ നമ്മളെ ഞാൻ നിൽക്കുന്ന സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തിലേക്ക് എന്തിനാ കൊണ്ടുപോകുന്നേ? ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പ്രവർത്തനമില്ലാഞ്ഞിട്ടാണോ? ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കർത്താവിന് ആത്മാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ എന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ചിന്തിച്ചാൽ, കർത്താവിന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ സമയങ്ങളിൽ മറുപടി തന്നില്ലെങ്കിലും ദൈവത്തിന് പറയാൻ, ദൈവത്തിന് ചെയ്ത് കാണിക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഈ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവർ ദൈവത്തിന്റെ വിലക്ക് കേട്ട്, പരിശുദ്ധന്റെ വിലക്ക് കേട്ട് അവർ മക്കദോനിയയിലേക്ക് പോയി. മക്കദോനിയയിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ ലുദിയയുടെ ഹൃദയം തുറക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി അങ്ങനെ ഒരു സഹോദരിയെ അവിടെ ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഒരുക്കി കൊടുത്തതിന് ശേഷം അവർ തിരിച്ച് ഇറങ്ങുമ്പോൾ അവിടെ വെളിച്ചപ്പാടുത്തിയ ഒരു സ്ത്രീ, യജമാനന്മാർക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. എന്നാൽ കുറെ ദിവസങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ അഭിഷേകമുള്ള പൗലോസ് ഒന്ന് തിരിഞ്ഞ് ഈ സ്ത്രീയെ ശാസിക്കുക. അപ്പോൾ ഈ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ശാസിച്ച് മുഷിഞ്ഞൊരു നോട്ടത്തിനകത്താണ് ശാസിക്കുന്നത്. എല്ലാ പ്രാവശ്യം ചെയ്തു കൊണ്ടുവരുന്ന ഒരു കാര്യം, ഇവരെ കാണുമ്പോൾ ഇത് അത്യുന്നതമായ ദാസന്മാരാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ ഒരു പക്ഷേ ഒത്തിരി പേരുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അയ്യോ, ഞങ്ങളെ കുറിച്ച് പിശാചിനെ പോലെ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. പലപ്പോഴും നമ്മളത് കാണുന്നുണ്ട്. പൗലോസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പൈശാചിക മേഖലയിൽ തന്നെ സാക്ഷ്യം പറയുന്ന അനുഭവമുണ്ട്. കഴിഞ്ഞ തലമുറയിൽ അല്ലെ ഈ തലമുറയിലും പിശാച് സാക്ഷ്യം പറഞ്ഞ വിശുദ്ധനാണെന്ന് പറഞ്ഞ ചിലരുടെയൊക്കെ അഭിഷേകന്മാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ വിട്ടുപോകുന്ന രീതിയിലുള്ള അഭിഷക്തന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ തലമുറയിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട അഭിഷക്തന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ ദൈവ മനുഷ്യർ കാണുമ്പോൾ ഈ വെളിച്ചപ്പാടത്തി പറയുകയാണ് ഇവർ അത്യുന്നത ദാസന്മാരാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പക്ഷേ
അവരുടെ ഹൃദയത്തിൽ ഒരു സന്തോഷവും ഒരു വലിയ ആളാണെന്നൊക്കെ ചിന്ത തോന്നേണ്ട സ്ഥാനത്ത് അവിടെ സംഭവിച്ചൊരു കാര്യം, പൗലോസ് ഇത് കേട്ട് മൂഷിക്കുക. പൗലോസ് ഇത് കേട്ട് കാരണം പൈശാചിക മേഖലകൾക്ക് ഇങ്ങനത്തെ കാര്യം അറിവുള്ളപ്പോൾ തന്നെ തന്റെ ഹൃദയത്തിൽ ഒരു മുഷിവുണ്ടായി തിരിഞ്ഞു നിന്ന് ശാസിക്കുന്ന ഒരു പൗലോസിനെ കാണാൻ പറ്റും. കാരണം പൗലോസിന് അറിയാം തന്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന അധികാരവും അഭിഷേകവും തന്നെ ആരാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട്, തന്നെ കുറിച്ച് പറയേണ്ടത് ആരാണെന്നൊക്കെ വ്യക്തമായ ബോധ്യം തനിക്കുള്ളത് കൊണ്ട്, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവൻ ആത്മനിറവിൽ ഒരു മനുഷ്യൻ മുഷിഞ്ഞൊരു നോട്ടം നോക്കി അവളുടെ മേലുള്ളതായ ദുരാത്മാവിനെ ശാസിക്കുന്നു. ആ ശാസനയ്ക്ക് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ ഒത്തിരി മുറിവുകൾ ഉണ്ടായി, ഒത്തിരി അടി ഉണ്ടായി. അവൻ ആ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പുരുഷാരം ഇളകിയതിന്റെ കാര്യം എന്തുവാ? യജമാന്മാരുടെ അവൻ ആ ഒരു സമ്പത്ത്, ആ ഒരു ആശ പോയി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകുമ്പോൾ, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ്, അവർക്ക് നഷ്ടമുണ്ടായി എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായപ്പോഴാണ് അവൻ ജനം ഇളകുവാനിടയായി തീർന്നത്. കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവിടെ വീണ്ടും പറയുന്നുണ്ട്, അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. അവൻ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാരാഗ്രഹപ്രമാണെ അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചിട്ട് അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവരകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. ഒന്ന്, അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരടിപ്പിച്ചു, അവൻ കാലാമത്തിലിട്ട് പൂട്ടി. ഇത്രയൊക്കെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയത്ത് ഇവരെ കാരാഗ്രഹത്തിൽ കൊണ്ടുവരികയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അവന്റെ സാഹചര്യങ്ങൾ അനുകൂലമായാൽ നമുക്ക് പ്രാർത്ഥിക്കാം, സാഹചര്യങ്ങൾ അനുകൂലമായാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്നാൽ ഈ ദൈവ മനുഷ്യരുടെ ജീവിതം നോക്കിയേ, ഇവരുടെ സാഹചര്യം അനുകൂലമാണ്. ഇവരെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അടുപ്പിച്ച് മുറിവുകൾ അവരുടെ ശരീരത്തിലുണ്ട്, കാലനക്കാൻ കഴിയാതെ അകത്തുള്ള ഇരുട്ടറയിലേക്ക് ഇവർ കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ഇവരെന്താ ചെയ്ത്? ദൈവത്തോട് പരാതി പറയാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടില്ലേ? ദൈവസന്നിധിയിൽ പരാതി പറയാനും, കർത്താവ് ഞങ്ങൾ നിന്റെ വചനം പ്രസംഗിച്ചിട്ട് ദൈവം പറഞ്ഞ ആലോചന പ്രകാരം ഞങ്ങൾ മക്കദോനിയയിലേക്ക് ഇറങ്ങി, അവൻ ആസിയയിൽ പോകാതെ ബിഥുന്യയ്ക്ക് പോകാതെ ദൈവം പറഞ്ഞ ആ ദൈവിക ദർശനത്തെ ഞങ്ങൾ കണ്ട് അനുസരിച്ച് ഞങ്ങൾ നിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് എന്താണ് കർത്താവെ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് വേണമെങ്കിൽ ദേവദാസന്മാർക്ക് ചോദിക്കാം. പക്ഷെ ഇവർ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാതെ അവർ എന്താ ചെയ്യുന്നത്? അവൻ പ്രതിസന്ധികൾ അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടും, അവൻ വെല്ലുവിളികൾ ഉണ്ടായിട്ടും, സാഹചര്യങ്ങളും ശരീരവും അവരെ അനുവദിക്കാതിരുന്നിട്ടും അർദ്ധരാത്രിയിൽ അവർ ചെയ്തൊരു കാര്യം, അവർ അർദ്ധരാത്രിയിൽ ദൈവത്തെ പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുവാൻ തയ്യാറായി. അവൻ ഈ വചനം തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കും. സാഹചര്യങ്ങൾ അനുവദിച്ചിട്ടല്ല ഇവർ ദൈവത്തെ ആരാധിച്ചത്, സാഹചര്യങ്ങൾ ഇവരുടെ ശരീരം അനുവദിച്ചിട്ടല്ല ഇവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ നിന്നത്. ഇവരുടെ ശരീരവും ഇവരുടെ സാഹചര്യവും ഒന്നും അനുകൂലമല്ലാതിരുന്നപ്പോൾ ദൈവത്തോട് ഒരു പിറുപിറുപ്പുമില്ലാതെ ആ രാത്രിയിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായി. നമ്മൾ പലപ്പോഴും എന്താ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സാഹചര്യം അനുകൂലമായിട്ട് ഞാൻ കർത്താവിന്റെ വേല ചെയ്യാമെന്നാണ്, എന്റെ സാഹചര്യം എനിക്ക് അനുകൂലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാമിരിക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, കർത്താവിന്റെ വേണ്ടി ഒരു വിളി നമ്മുടെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ, ദൈവിക ശബ്ദം കേട്ടിട്ടാണ് ഇറങ്ങിയതെങ്കിൽ, വിലക്കുകളെ കർത്താവ് നമ്മുടെ മേൽ തരുമ്പോൾ ആ വിലക്കുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ, അങ്ങനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര പ്രതിസന്ധി വന്നാലും ദൈവത്തിന്റെ ദാസന്മാർക്ക് അറിയാം, ഞാൻ ഇപ്പോൾ ഈ പ്രതിസന്ധിക്കകത്ത് ആയിരിക്കുന്നതും ഇപ്പോൾ ഞാൻ ഈ ഉപദ്രവം നേറ്റതെല്ലാം ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിയത് കൊണ്ട് നടന്ന സംഭവമല്ല. ഞാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് പോകാതെ ദൈവം എന്നെ വിലക്കി ഈ ശുശ്രൂഷയ്ക്ക് ഈ ദേശത്ത് കർത്താവ് എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അതിന്റെ പിന്നിൽ വ്യക്തമായ ദൈവിക ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ പരിശുദ്ധാത്മ ദൂതങ്ങളോട് പറയുകയാണ്, ഒരു ദൈവ ശബ്ദം കേട്ട് ദൈവം നമ്മളെ അടുത്ത നിയോഗങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ, ഒരു ദൈവശബ്ദം നമ്മളെ അടുത്ത ദൈവിക സ്ഥലത്തേക്ക് ദൈവം നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അടുത്ത ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക്, നമ്മൾ ചിന്തിക്കാത്തൊരു ശുശ്രൂഷയുടെ കൈമാറ്റത്തിലേക്ക്, അടുത്തൊരു തലങ്ങളിലേക്ക് ദൈവം നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വ്യക്തമായ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. അതിന്റെ പിന്നിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും, അതിന് പിന്നിൽ എത്ര വലിയ മുറിവുകൾ ഉണ്ടായാലും, വേദനകൾ ഉണ്ടായാലും, ദൈവസന്നിധി നമ്മൾ നിൽക്കാൻ തയ്യാറായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്ത കർത്താവുള്ളതാണ്. ഇതിന്റെ നടുവിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും സംസാരിക്കാതെ, വെറുപെറുപ്പില്ലാതെ അവർ ആ രാത്രിയിൽ ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവിടെ സംഭവിച്ചൊരു കാര്യം, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ആ ദൂതിലേക്ക് വരികയാണ്. സാഹചര്യമല്ല എന്റെയും നിന്റെയും പ്രാർത്ഥന തീരുമാനിക്കേണ്ടത്.
അവൻ നമ്മുടെ ശരീരത്തിന്റെ ഘടനയല്ല, അവൻ ശരീരത്തിന്റെ അവൻ അസ്വസ്ഥമല്ല, അവൻ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ അഭിഷേകത്തിൽ തീരുമാനിക്കേണ്ടത്. അവൻ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കുന്ന സ്ഥാനത്തും അവൻ ഹൃദയവും മനസ്സും ഒന്നും അനുകൂലമല്ലാതിരിക്കുന്ന സ്ഥാനത്തും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും അവൻ പാടി ആരാധിപ്പാനും ഒക്കെ ഒരു ദൈവഭക്തൻ, ഒരു ദൈവവിശ്വാസി തയ്യാറായാൽ അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമഹത്വമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ അഭിഷേകം എപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത്? നമ്മുടെ അനുകൂലമായ സാഹചര്യത്തിലല്ല അഭിഷേകം വെളിപ്പെട്ട് വരുന്നത്. പ്രതികൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവൻ അനുഭവിക്കുന്ന ദൈവകൃപ എന്താണെന്ന്, ഒരു ദൈവപൈതൽ അനുഭവിക്കുന്ന ദൈവകൃപ എന്താണെന്ന് തിരിച്ചറിയുന്നത് അവന്റെ മേൽ കിടക്കുന്ന ആത്മീയമായ പക്വതയും അവന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ജ്വലനവും അവൻ എത്രത്തോളം ദൈവകൃപയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അവൻ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴാണ് ആ വ്യക്തികൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം ആത്മീക നിലവാരത്തിലാണ് നിൽക്കുന്നതെന്ന്. കാരണം നല്ലൊരു സമയമാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, ടെൻഷനും ഒന്നും ഇല്ലെങ്കിൽ, ഒരുപക്ഷെ പ്രാർത്ഥന കുറവുണ്ടെങ്കിൽ, നമുക്ക് കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാകത്തില്ല, വലിയ കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കാനുണ്ടാകത്തില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ എപ്പോൾ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ കടന്നു വരുന്നു, ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ എത്രത്തോളം ഉണ്ട്, ആ സമയത്ത് നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട്, ആ സമയത്ത് നമ്മൾ പറയുന്ന അഭിഷേകത്തിന്റെ നിലവാരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നെ ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ കർത്താവ് കാര്യങ്ങൾ ചെയ്യും മക്കളെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് വിടുന്നതിനകത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഒരാളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്നോട് ഈ വാക്കാണ് പറയുന്നെങ്കിൽ ചിലപ്പോൾ ആ വാക്ക് എന്റെ അകത്തേക്ക് എന്റെ ഹൃദയത്തിലേക്ക് കയറണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അത്രത്തോളം ഉണ്ടെങ്കിൽ ആ പറയുന്ന വാക്കിന് ഒരു പക്ഷെ എന്നെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക അഭിഷേകം നമ്മുടെ മേൽ പകരുമ്പോൾ, ഒരു വ്യക്തിയോട് നമ്മൾ പറയുമ്പോൾ, ഒരു വ്യക്തി ഒരു പ്രാർത്ഥന വിഷയം പറയുമ്പോൾ നമ്മൾ ആ ഗൗരവത്തോടെ തിരിച്ചറിഞ്ഞ് അതിനകത്ത് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരുണ്ട്, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ആ വാക്ക് പറഞ്ഞ് വിടുന്നവരുണ്ട്. പക്ഷെ ആ പറയുന്ന വ്യക്തികൾ കടന്നു പോകുന്ന സാഹചര്യം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ആ വ്യക്തികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിന്റെ നടുവിൽ നമ്മൾ പറയുന്നൊരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വിടുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയും ഇതേപോലെ പറഞ്ഞു വിടുമ്പോൾ എന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞത് ആദ്യം ഞാനാണ് സാന്ദ്രപ്പെടുന്നത്. കാരണം നമ്മളോടൊരു വ്യക്തി പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസമുണ്ട്, അവൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞൊരു ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്, ചെയ്യുമെന്നൊരു ബോധ്യമുണ്ട്. ഇത് ഞാൻ ചെയ്യാത്തിടത്തോളം കാലം, ഞാൻ എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാനോട് പറയുമ്പോൾ ഈ വാക്കുകളാണ് ഞാൻ കേൾക്കുന്നെങ്കിൽ എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പരിശുദ്ധ എന്തോ പറയുന്നത്, നമ്മളോട് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൗത്യങ്ങൾക്കകത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ പരിശുദ്ധാത്മാവോട് കൈമാറുന്നുണ്ട്. ആ ദൂത് പരിശുദ്ധാത്മാവ് നമ്മളോട് കൈമാറുകയാണ്. കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്കകത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായാൽ അതിന്റെ നടുവിലാണ് ദൈവത്തിന് പ്രവർത്തിക്കുന്നത്. കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നമ്മൾ വിശ്വസ്തയോടെ ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപക്ഷെ ആരും വിളിക്കാനില്ലെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം വേറെ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പോലും അറിയാത്തവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇടയിൽ നിന്ന് മാത്രം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്ന സമയത്താണ് വേറെ രാജ്യങ്ങളിൽ നിന്ന് അവൻ വിളിച്ചു പറയുന്നത്, ദേവദാസനെ ഞങ്ങൾ ഈ ദിവസം ഫാസ്റ്റിങ്ങിലാണ്, 2 ദിവസം ദേവദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ ദൈവം ചിലരൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതിന്റെ കാര്യം എവിടെയോ ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവിക നിലവാരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മളെ പ്രാർത്ഥിക്കാൻ ആക്കിയ സമയത്ത് ദൈവത്തിന് വിശ്വസ്തത തോന്നി. അത് കുഴപ്പമില്ല, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചല്ലോ, ദൈവത്തിന് തോന്നി, പ്രാർത്ഥിച്ചല്ലോ എന്ന് തോന്നിയത് കൊണ്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ചിലരാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ ആ ദൂതനോട് സംസാരിക്കുന്നു. ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായാൽ, കർത്താവ് എന്റെ കാര്യം എന്താകുമെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മ ആ ദൂത് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കരുതാൻ ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തോ എന്നോട് പരിശുദ്ധ ആ ദൂത് അങ്ങനെ തന്നെ പറയുന്നു. ഏൽപ്പിച്ച ദൗത്യങ്ങൾക്കകത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായാൽ ജീവിതത്തിലെ കാര്യങ്ങളുടെ നടുവിൽ ദൈവം ചിലരെ കരുതാൻ ദൈവമാക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവിക ദൗത്യങ്ങളോടുകൂടെ ഇറങ്ങി നിന്നവനല്ലേ ഏലിയാവ് എന്ന പ്രവാചകൻ.
അഹാബിന്റെ കൊട്ടാരത്തിൽ ദൂത് പറഞ്ഞ് കർത്താവ് നേരെ സംസാരിക്കുന്നത് അവൻ കെരീത്തിനകത്ത് പോയിട്ട് ഒളിച്ചിരിക്കാനാണ്. അവൻ അവിടെ എന്റെ കാര്യം ആര് നോക്കുമെന്ന് തന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നു, കാരണം പറഞ്ഞത് കർത്താവ്. എന്നാൽ തനിക്ക് വേണ്ടി ഒരു കാക്കയെ ദൈവം അവൻ ഏലിയാവിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ കെരീത്തിലെ വെള്ളം വറ്റുമ്പോൾ സാരാഫാത്തിൽ ക്ഷാമവും അവനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വിധവയെ ദൈവം ആ ദൈവ മനുഷ്യന് വേണ്ടി ഒരുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ അതുകൊണ്ട് നിങ്ങളോട് നോക്കി പറയുകയാണ്, അവൻ ദൈവിക ശബ്ദം കേട്ട് അവൻ മൂവ് ചെയ്യുമ്പോൾ, ദൈവിക ശബ്ദം കേട്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവം പറഞ്ഞ ശബ്ദത്തിന് വേണ്ടി അവൻ ചലിച്ച ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിനക്ക് വേണ്ടിയുള്ള കരുതലുകളെ അവൻ സാരാഫാത്തിനകത്തും അവൻ കെരീത്തിനകത്തും അവൻ കൊണ്ടുവന്ന് തരാൻ ദൈവം വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അവൻ കർത്താവ് പറഞ്ഞ ദൈവിക ദൗത്യങ്ങൾക്കകത്താണ് ഞാൻ നിൽക്കുന്നെങ്കിൽ, ദൈവം പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ബോധ്യമുണ്ടെങ്കിൽ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ ദൈവത്തിനുള്ളത്. കാരണം പൗലോസിന് പറയാൻ പറ്റും, കർത്താവെ ഞാൻ ഇവിടെ വരണമെന്ന് ഞാൻ ചിന്തിച്ചതല്ല, ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല, ഇവിടെ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. എന്റെ മാനുഷികമായ ചിന്തയിൽ ഞാൻ പോകാൻ ആഗ്രഹിച്ച പല സ്ഥലങ്ങൾ എന്റെ മുമ്പിലുണ്ട്. അവൻ അവിടെ പോയാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്ത് ആകുമെന്ന് ഞാൻ ചിന്തിച്ച് ഇറങ്ങിയ സ്ഥാനങ്ങൾ എന്റെ മുമ്പിലുണ്ട്. അവിടെ നിന്നെല്ലാം എന്റെ ദൈവം എന്നെ വിലക്കി എന്നെ ദർശനം തന്ന് ഇവിടെ എന്റെ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ പിന്നിൽ ഞാൻ അനുഭവിക്കുന്ന സകല കാര്യങ്ങളുടെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ദൈവിക പദ്ധതിയിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധ്യം പൗലോസിനുണ്ട്. എന്തോ പരിശുദ്ധാത്മാവ് ദൂത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഈ ദൂത് ഞാനും ഏറ്റെടുക്കുന്നു, ഈ ദൈവിക ശബ്ദം ഞാൻ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്. അവൻ ഒരു പക്ഷേ നിൽക്കുന്ന സ്ഥാനത്ത് പല കംഫർട്ട് സോണുകൾക്കകത്തു നിന്നും ദൈവം നമ്മളെ മാറ്റി നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ ശുശ്രൂഷിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടത്തിന്റെ നടുവിൽ ദൈവം നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ, ആഗ്രഹിക്കാത്ത ഉത്തരവാദിത്തങ്ങളെ ദൈവം നമ്മളെ ഏൽപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചനാത്മാവിൽ ആ ദൂരം നിങ്ങളോട് പറയുകയാണ്, അതിന്റെ പിന്നിൽ നിങ്ങൾ ഏൽക്കുന്ന സകല കാര്യങ്ങളുടെ നടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന സകല കാര്യത്തിന്റെയും ഉത്തരവാദിത്തം എന്റെ ദൈവത്തിനുള്ളതാണ്. നിനക്കൊരു പക്ഷേ ആ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും, എന്താണ് ഇത് നടക്കുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന് അതില്ലെങ്കിൽ പോലും, ആത്മാവിൽ ആ ദൂത് പറയുന്നു, ദൈവത്തിന് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്റെ ദൈവത്തിനാണ്. ഇതിനകത്ത് സംഭവിക്കുന്ന ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരു ബോധ്യം അകത്തില്ലെങ്കിലും നാളുകളിൽ ദൈവം അത് വെളിപ്പെടുത്തി തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവശബ്ദം വെളിപ്പെട്ടു വന്ന് പ്രാർത്ഥിച്ചു. രാത്രി അർദ്ധരാത്രി ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായി. കാരാഗ്രഹ പ്രമാണികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതിയില്ല, പരിഭവങ്ങളില്ല, കാലനക്കാൻ കഴിയത്തില്ല, ശരീരം വേണ്ട രീതിയിൽ അനക്കാൻ കഴിയത്തില്ല, മുറിവുകളുണ്ട്. എന്നാൽ അതിന്റെ നടുവിലും പരാതികളില്ലാതെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങിയ അഭിഷേകന്മാർ. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് പലരും ശ്രദ്ധിക്കുന്നത്, തടവുകാർ ശ്രദ്ധിക്കുന്നത്. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പൗലോസിനും ശീലാസിനോടും അവര് മാറിയത് പറയുന്നുണ്ടാകും. നിങ്ങൾ സുവിശേഷം പറഞ്ഞത് കൊണ്ടും ഇങ്ങനെയൊക്കെ പ്രതിസന്ധിയിൽ ഉണ്ടായത് നിങ്ങൾ വചനം പറഞ്ഞത് കൊണ്ടല്ലേ? നിങ്ങളുടെ മേലൊരു വാണിംഗ് കിടപ്പില്ലേ? ഇനി ഇങ്ങനെ സുവിശേഷം പറയരുതെന്നൊരു വാണിംഗ് കിടപ്പില്ലേ? ഇത്രയൊക്കെ ഉണ്ടായിട്ടും അടി കിട്ടിയിട്ടും കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ കൊണ്ടുവന്നിട്ടിട്ടും ഇതിന്റെ നടുവിലും നിങ്ങൾക്ക് കിട്ടിയ അടിയൊന്നും മതിയായില്ല എന്ന് ചോദിക്കുന്ന കളിയാക്കൽ വാക്കുകളൊക്കെ ഒരുപക്ഷെ ഇവർ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിന്റെ നടുവിൽ ഇതൊന്നും വകവെക്കാതെ അവർ ദൈവത്തെ പാടി സ്തുതിക്കുക. ഈ പാടി സ്തുതിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അവിടെ പറഞ്ഞ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അപ്പോൾ രണ്ടുപേർ അവിടെ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഉണ്ടായപ്പോൾ രണ്ടുപേരുടെ വിടുതലല്ല സംഭവിച്ചത്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം മുഴുവൻ കുലുങ്ങുന്ന രീതിയിലുള്ളതായ ഒരു ദൈവിക ഇടപെടലുകളാണ് ആ രാത്രിയിൽ ആരാധനയിൽ സംഭവിച്ചത്. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സാഹചര്യങ്ങൾ അനുവദിക്കാത്ത സമയത്തും ഒരുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ടുവരുന്ന എഫക്ട് എത്രത്തോളം ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ കംഫർട്ട് സോണിൽ ഞാൻ നിൽക്കുമ്പോൾ എല്ലാം അനുകൂലമായ സാഹചര്യത്തിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും അതിനൊരു മറുപടി ഉണ്ട്. എന്നാൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാതിരിക്കുമ്പോൾ, എന്റെ ശരീരവും എന്റെ മനസ്സും ഒന്നും അനുകൂലമല്ലാത്ത, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ കിടക്കുമ്പോൾ
മനോവിഷമത്തിനകത്തും വേദനയ്ക്കകത്തും എല്ലാം കിടക്കുമ്പോൾ ഒരുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ നിൽക്കുമ്പോൾ, ഒരുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തുതിക്കാൻ നിൽക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെയാ മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ആ ദൂതങ്ങളോട് പറയുക, അവൻ പലപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ചില സമയം അവൻ നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുന്നത് ഒരുപക്ഷെ കർത്താവ് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ആ സമയങ്ങൾക്കകത്തുള്ള പ്രാർത്ഥനകളുടെ എഫക്റ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ച്, നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ അവൻ നെടുമ്പാട് വീണത് എപ്പോഴാണ്? നമ്മൾ ഭയങ്കര സന്തോഷമുള്ളപ്പോഴാണ്? അല്ല, നമ്മുടെ ഹൃദയം പൊടിഞ്ഞ സമയത്ത്, നമ്മുടെ ഹൃദയം മുറിഞ്ഞ സമയത്തൊക്കെയാണ് നമ്മൾ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. അല്ല, നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ചില പ്രാർത്ഥനകൾ നമ്മൾ അകത്തു നിന്ന് പുറത്തു വരാൻ ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അവൻ അനുകൂലമല്ലെന്ന് തോന്നുന്ന സാഹചര്യത്തിലും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സ്തുതിക്കാനും തയ്യാറായാൽ അവൻ ആ സമയങ്ങൾ എന്തിനാണ് എന്റെ ദൈവമേ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടായാലും അവൻ അല്പസമയങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില നാളുകൾ കഴിഞ്ഞാൽ അവൻ എന്തിനാണ് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നതെന്നും ഈ ദർശനം ഞാൻ എന്തിനാണ് ഏൽപ്പിച്ചതെന്നും ഈ ദൗത്യം ഞാൻ എന്തിനാ തന്നതെന്നും ദൈവത്തിന് പറയാൻ അവനൊരു മറുപടി ഉണ്ടാകുന്ന രീതിയിൽ തെളിയിക്കുന്ന നിലവാരത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അവൻ ഇവിടെ വായിക്കുന്നു, അവൻ സകലരുടെയും എല്ലാവരുടെയും ഞങ്ങൾ അഴിഞ്ഞു വീണു. അവൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരുപക്ഷെ ഇവർക്കെതിരെ അവൻ അനാവശ്യമായ പരിഹാസ വാക്കുകൾ പറഞ്ഞ വ്യക്തികളുടെ ഉൾപ്പെടെ അവൻ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവർ പോലും സ്വതന്ത്രരായി. ഒത്തിരി പേർക്ക് ഓടിപ്പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇവർക്കും വേണമെങ്കിൽ പോകാം. പക്ഷേ അവിടെ സംഭവിച്ചൊരു കാര്യം, കാരാഗ്രഹ പ്രമാണി വന്ന് സകൽ രക്ഷപ്പെട്ടെന്നുള്ള ചിന്തയിൽ തന്നെ കൊല്ലുവാൻ ശ്രമിച്ച ഒരു മേഖലയുടെ നടുവിൽ അവിടെ ചെല്ലുന്നൊരു കാര്യമുണ്ട്. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. പൗലോസ് പറഞ്ഞൊരു കാര്യം, പൗലോസിന് വേണമെങ്കിൽ ആ വ്യക്തിയെ തടയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളെ ചീത്ത വിളിച്ച ആളല്ലേ, ഞങ്ങളെ അടിപ്പാൻ കൽപ്പിച്ച ആളല്ലേ, ഞങ്ങൾക്ക് കാലാമത്തിലിട്ട വ്യക്തിയല്ലേ, ഇരുട്ടറയിൽ കൊണ്ടുപോയി തള്ളാൻ വേണ്ടി പറഞ്ഞ ഈ അധികാരിയല്ലേ, അവൻ ചത്തുപോയി, ഞങ്ങൾക്ക് എന്താ പ്രയോജനം, ഞങ്ങൾക്ക് എന്താ നഷ്ടം, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പൗലോസിനും ശീലാസിനും വേണമെങ്കിൽ അഭിഷിക്തന്മാർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. പക്ഷേ ഒരുവൻ വാളൂരി തന്നെത്താൻ കൊല്ലാൻ നിൽക്കുമ്പോൾ അഭിഷിക്തന്മാർ വന്ന് പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഓടിപ്പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, നീ നിനക്കൊരു ദോഷം കൊണ്ട് ഒരുത്തരുത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം സംസാരിച്ചപ്പോൾ ഭയന്നുകൊണ്ട് ഈ കാരാഗ്രഹ പ്രമാണി വന്ന് വിളിക്കുന്നൊരു പദമുണ്ട്, യജമാന്മാരെ. വിളിച്ച് ചോദിച്ചുകൊണ്ട് അവൻ വരികയാണ്. അവൻ വന്ന് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ യജമാൻ എന്ന് പറയുന്ന വിളി ഇവിടെ നടക്കുമ്പോൾ, ഇവരെ കയ്യേറ്റം ചെയ്ത് കൊണ്ടുവരുമ്പോൾ, കയ്യിൽ വിലങ്ങണിച്ചു കൊണ്ടുവരുമ്പോൾ, ഇവരെ അടിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ, ഇവരെ കാരാഗ്രഹത്തിലാക്കാൻ വേണ്ടി പറയുമ്പോൾ കാരാഗ്രഹ പ്രമാണി ഇവരെ വിളിച്ച വിളി ഇങ്ങനെയാണോ? അല്ല. എത്രയും മോശമായി ഇവരെ വിളിക്കാമോ അത്രയും മോശമായ വിളികൾ വിളിച്ച ഈ വ്യക്തികൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, യജമാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ, കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ച് കടന്നു വരുമ്പോൾ അവൻ വിളിക്കുന്നൊരു വിളിയാ യജമാനന്മാരെ എന്ന്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരുവൻ നിന്നാൽ അവൻ ആരാണെന്ന് തെളിയിക്കാൻ ദൈവം വിശ്വസനാണ്. അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ആ ദൂത് നിങ്ങളോട് പറയുന്നു, ഒരു പക്ഷേ നിങ്ങൾ പോലും അറിയാതെ, നീ ആരാണെന്ന് അറിയാതെ നിന്നെ ഉപദ്രവിച്ചവരുണ്ടാകാം, നിന്നെ ചീത്ത വിളിച്ച വ്യക്തികളുണ്ടാകാം, അതിന്റെ നടുവിൽ അല്പം ഭാരമൊക്കെ തോന്നിയെന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാകുക. നിന്നെ തെളിയിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് രാത്രി ദൂത് കൈമാറുകയാണ്. നിന്നെ തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ നിനക്കറിയത്തില്ല നീ ആരാണെന്ന്, എന്നാൽ നിന്നെ തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ യജമാൻ എന്ന് വിളിച്ച് പറയുന്ന രീതിയിൽ ദൈവം കാര്യങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ ആത്മാവിൽ ആ ദൂത് നിങ്ങളോട് കൈമാറുകയാണ്. മ്യൂട്ടാക്കേണ്ടവർ ദയവായിട്ടൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ ആത്മാവിൽ ആ ദൂത് നിങ്ങളോട് പറയുകയാണ്, ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാകുക. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത്, ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് പരാതികളില്ലാതെ ദൈവത്തിന്റെ വേലയാതെ നിൽക്കാൻ തയ്യാറായാൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകളുടെ നടുവിൽ, ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം അത് വെളിപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ.
അവൻ കർത്താവിനോട് വന്ന് ചോദിക്കാം, അവൻ യജമാനോട് അവരോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവ് യേശുവിൽ വിശ്വസിക്കാം, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞൊരു ദൂതാണ് പൗലോസിന് പറയാനുള്ളത്. അവരോട് ചോദിക്കുന്ന ഒരു വിളി, അവർ യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എടുത്ത വശം ഇവർക്കൊന്നും പറയാനില്ലായിരുന്നു, വേറെ ഒന്നും പറയാനില്ല. അവര് പറയുന്നൊരു കാര്യം, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അവൻ എത്ര മനോഹരമായിട്ട് അവർ പറയുന്നത്. അവൻ പൗലോസ്, നിങ്ങൾ ഇതൊക്കെ ഈ മുറിവുകൾ ഇത്രയൊക്കെ സാഹചര്യം ഉണ്ടായത് ഈ ഒരു സുവിശേഷം പറഞ്ഞിട്ടല്ലേ? അതെ. അവൻ ദൈവികമായ അഭിഷേകം നിന്റെ മേൽ പകർന്നുകൊണ്ടല്ലേ നീ ഇത്രയൊക്കെ ആയത്? അതെ. എന്നിട്ടും അവൻ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്ത് നിന്നെ തല്ലിയ, നിന്നെ ഉപദ്രവിച്ച, നിനക്ക് ശിക്ഷ വിധിച്ച ഈ വ്യക്തിയോട് രക്ഷ പ്രാപിപ്പാൻ എന്താണ് ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവൻ പൗലോസ് ഇങ്ങനെ പറയാൻ എവിടെ നിന്ന് ധൈര്യം കിട്ടി? പൗലോസ് പറയാൻ പറ്റും, അവൻ കാരാഗ്രഹ പ്രമാണിയാണെങ്കിലും, എത്ര വലിയ പദവിയിലുള്ളവനാണെങ്കിലും, എത്ര ചെറിയ പദവിയിലുള്ളവനാണെങ്കിലും, ഒന്നുമില്ലാത്തവനാണെങ്കിലും, എല്ലാം ഉള്ളവനാണെങ്കിലും രക്ഷ പ്രാപിക്കണമോ അത് കർത്താവായ യേശുവിലല്ലാതെ വേറെ ഒരുവനിലില്ല. അവൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, അവൻ ആ നാമത്തിന്റെ ശക്തി എന്താണെന്നും ആ നാമത്തിന്റെ അധികാരം എന്താണെന്നും പൗലോസിന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അവൻ ഒന്നും ചിന്തിക്കാതെ ദൈവമനുഷ്യൻ പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അത് എത്ര വലിയ അധികാരിയാണെങ്കിലും, അത് എത്ര വലിയ അവൻ സാഹചര്യമുള്ളവനാണെങ്കിലും, അവൻ രക്ഷപ്പെടണമെങ്കിൽ, രക്ഷിക്കപ്പെടണമെങ്കിൽ, അവൻ ഒരുവന്റെ ജീവിതത്തിൽ നിത്യമായ രക്ഷ ഉണ്ടാകണമെങ്കിൽ കർത്താവായ യേശുവിലല്ലാതെ വേറൊരു നാമത്തിൽ രക്ഷയില്ല. ഹല്ലേലൂയ. പരിശുദ്ധ ശക്തമായ ആ ദൈവിക സന്ദേശങ്ങൾ ഇതിനകത്തൂടെ കൈമാറുമ്പോൾ അവൻ ഒരുപക്ഷെ ഒന്നും കൂടെ നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു ദൈവിക ശബ്ദമായിരിക്കാം. ഒരുപക്ഷെ കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾ ഉറപ്പിക്കാനുമുള്ളതായ ദൈവിക ശബ്ദമായിട്ട് ഞാനതിനെ വിശ്വസിക്കുന്നു. കാരണം പരിശുദ്ധനോട് പറയുന്നത് കൊണ്ട് ഞാനത് ആത്മാവിൽ, പ്രവചനാത്മാവിൽ തന്നെ നിങ്ങളോട് പറയുകയാണ്. അവർ രക്ഷിക്കപ്പെടാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഒരേ ഒരു നാമമുള്ളത് കർത്താവ് യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമമില്ല. വേറെ എവിടെ പോയെന്ന് പറഞ്ഞാലും വേറെ ഏതൊക്കെ സ്ഥലത്ത് പോയെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, രക്ഷിക്കപ്പെടണമോ ഒരുവന്റെ ജീവിതത്തിൽ രക്ഷ ഉണ്ടാകണമോ അത് യേശുവിലൂടെ അല്ലാതെ വേറെ ഒരു നാമത്തിൽ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുന്നു, നീ നിന്റെ കൂടെ രക്ഷ പ്രാപിക്കും. എന്നിട്ട് എന്താ സംസാരിച്ച? അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവിടെ സംഭവിച്ചൊരു കാര്യം, ഇവരോട് മാത്രമല്ല പറഞ്ഞത്, കർത്താവിന്റെ വചനം അവന്റെ വീട്ടിൽ പോയി പ്രസംഗിച്ചു, അവന്റെ വീട്ടുകാരോട് പ്രസംഗിച്ചു. ഇവനെ തല്ലിയവരോട്, ഉപദ്രവിച്ചവരോട്, ഈ ഒരു വെപ്രാളത്തിൽ ഈ കാരാഗ്രഹ പ്രമാണി വന്ന് പറയുമ്പോൾ, കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിലിരുന്ന് ആ വ്യക്തിയോട്, അവന്റെ കുടുംബത്തോട് കർത്താവിന്റെ വചനം ദേവദാസന്റെ പ്രസംഗിക്കുക. 32-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. ആ അടുത്ത വാക്യങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വാക്യങ്ങളാണ്. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. ആരാണോ അടിക്കാൻ കൽപ്പിച്ചത്, ആരാണോ തടവിൽ കൊണ്ടുവന്നാക്കിയത്, ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കിയ ആ വ്യക്തി ആ രാത്രിയിൽ അവരുടെ മുറിവുകൾ കഴുകി. ഇപ്പൊ പൗലോസും ശീലാസും ഈ വ്യക്തിയുടെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ അകത്ത് മുറിവില്ലേ? അവരുടെ ശരീരത്തിൽ മുറിവില്ലേ? ഒരു പക്ഷെ മാന്യം ഒരു വസ്ത്രം പോലെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. ആ കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ട് അവൻ ശരീരത്തിലെ മുറിവുകളും വെച്ച് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ആ രാത്രിയിൽ അവരുടെ വീട്ടിൽ ചെന്ന് ചെയ്ത ആ കർത്താവിന്റെ ദാസന്മാർ. ഈ വചനം പറയുന്നത് കേട്ടതിന് ശേഷമാണ് കാരാഗ്രഹ പ്രമാണി രാത്രിയിൽ ഇവരുടെ മുറിവുകൾ കെട്ടുന്നത്. അപ്പോൾ ഈ വേദനയിൽ, ഈ മുറിവുകളും വെച്ച്, ആ വേദനയും വെച്ച് അല്പവസ്ത്രധാരികളായി ഇവർ ആ വീട്ടിൽ സുവിശേഷം പറയുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ ആരാണ് ഇവരെ തല്ലാൻ വേണ്ടി പറഞ്ഞത്? ആരാണ് ഇവരെ കാരകൾ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞത്? ആ രാത്രിയിൽ തന്നെ ആ വ്യക്തി അവരുടെ മുറിവുകളെ കഴുകുന്ന നിലവാരത്തിൽ ദൈവം കാര്യങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് തീർന്നില്ല. അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ള എല്ലാവരും താമസിയാതെ താനും പറ്റും. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഒരു പക്ഷേ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, ആ രാത്രിയിൽ ഒരു മാനസാന്തരം ഉണ്ടായപ്പോൾ
അധികം താമസിക്കാതെ ഒരു പക്ഷേ ആ രാത്രി ഇരുട്ട് വെളുക്കുന്നതിന് മുൻപേ ആ കുടുംബം മുഴുവൻ സ്നാനക്കടവിലേക്ക് പോകുന്ന രീതിയിൽ, അവരെ സ്നാനപ്പെടുന്ന രീതിയിൽ ദൈവം ആ കുടുംബത്തെ മാറ്റിയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിട്ടില്ലേ? ദൈവത്തിന്റെ പദ്ധതി ഉണ്ടാക്കി തീർച്ചയായിട്ടും. എന്തിനാ പൗലോസെ നീ ഇപ്പോൾ ഈ അടിയേറ്റത്? എന്തിനാ പൗലോസെ നീ ശാരീരികമായി ഈ ക്ലേശം അനുഭവിച്ചത്? എന്തിനാ പൗലോസ് നിന്നെ ആസ്യയിലേക്ക് പോകാതെ ഞാൻ വിലക്കിയത്? എന്തിനാ പൗലോസ് നിന്നെ ബിദുനയിലേക്ക് ഞാൻ വിടാതെ നിന്നെ വിലക്കിയിട്ട് മക്കതോനിൽ കൊണ്ടുവന്നത്? ഈ അടി കിട്ടാൻ വേണ്ടിയിട്ടാണോ? നീ കാരാഗ്രഹത്തിൽ കടക്കാൻ വേണ്ടിയിട്ടാണോ? ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാ. പക്ഷേ കർത്താവിന് പറയാനുണ്ട്, നീ ആസ്യയിൽ പോയാൽ, നീ ബിദുനയിലേക്ക് പോയാൽ, അവിടെ നിനക്ക് കിട്ടാത്ത ഒരു കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എന്റെ പദ്ധതി ആയതുകൊണ്ട് നീ നിൽക്കുന്ന സ്ഥാനം വിട്ട്, നീ നിൽക്കുന്ന ശുശ്രൂഷ വിട്ട്, ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദർശനത്തിന് വേണ്ടി നീ ഇറങ്ങി നിൽക്കുമ്പോൾ, ഞാൻ എന്റെ ലിസ്റ്റിൽ ഞാൻ കണ്ടെത്തിയവരുടെ ഇടയിലേക്കാണ് ഞാൻ നിന്നെ കൊണ്ടുവരുന്നത്. ഒരു പക്ഷെ വിചാരിക്കും, ഒരു സ്ത്രീ, ഒരു ലുദിയ മാത്രമല്ലേ ഉള്ളൂ. അല്ല, പൗലോസെ, ഞാൻ നിന്നെ കൊണ്ടുവന്നതിന്റെ അകത്ത് ലുദിയുടെ ഹൃദയം തുറന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമല്ല, അനേകരെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന രീതിയിൽ ഞാൻ ആ കുടുംബത്തെ ഞാൻ മാറ്റുന്ന ദൈവമാണ്. മാത്രമല്ല, ആരൊക്കെയാണ് ഇതിനെതിരെ സംസാരിച്ചത്, ആരൊക്കെയാണ് ഈ മാർഗക്കാരെ മുഴുവൻ എതിരെ നിന്ന് സംസാരിച്ചത്, ഇവരെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചത്, ആ കുടുംബത്തിനകത്ത് പോലും ഒരു ഓപ്പണിങ്ങിനെ നൽകി തന്ന് ആ രാത്രിയെങ്കിൽ രാത്രി അവരെ സ്നാനപ്പെടുന്ന രീതിയിൽ അവരുടെ കൂടെ നിനക്ക് ഭക്ഷണം കഴിക്കുന്ന നിലവാരത്തിൽ, ദൈവത്തിൽ വിഷയത്തിൽ വീടകം ആനന്ദിക്കുന്ന നിലവാരത്തിൽ പൗലോസെ, ശീലാസം നിങ്ങളെ കൊണ്ടുവന്നത് ഈ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധാത്മാവ് അവരുടെ ഇടപെട്ടതുപോലെ അവർക്ക് മനസ്സിലായി. എന്തിനാണ് ഞങ്ങൾ ഇത് അനുഭവിച്ചത്? എന്തിനാണ് ഞങ്ങൾ അടിയേറ്റത്? എന്തിനാണ് ഞങ്ങളുടെ ദർശനത്തിൽ നിന്ന് ഞങ്ങളുടെ ചിന്തയിൽ നിന്ന് ഞങ്ങളെ മാറ്റി വേറെ ദൈവികമായ നിയോഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്? അവർക്ക് പറയാൻ കഴിയും, ദൈവത്തിന് ഞങ്ങൾ ചിന്തിച്ചതുപോലെയല്ല, അതിനേക്കാൾ ശക്തമേറിയ നിലവാരത്തിൽ, അതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം കണ്ട ദൈവികമായ നിലവാരത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന് ഈ അഭിഷക്തന്മാർക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ എത്ര പേർക്ക് ഈ ദൈവിക സന്ദേശം മനസ്സിലാക്കുന്നുണ്ട്? എന്തിനാ ചില സ്ഥാനങ്ങൾ നമ്മൾ മാറ്റുന്നത്? ചില കംഫർട്ട് സോണുകൾ എന്തിനാ നമ്മൾ വിടിവിക്കുന്നത്? അതിന് പിന്നിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. എന്തോ പരിശുദ്ധാത്മാവ് രാത്രി ശക്തമായ ദൈവിക ശബ്ദം നിങ്ങളോട് പറയുകയാണ്. ചില കംഫർട്ട് സോണുകൾ വിട്ട് ദൈവം നിന്നെ പുറത്തിറക്കുന്നത്, ദൈവം നിന്നെ മറ്റുള്ളവരിലേക്ക് തന്ന് ദൈവം നിന്നെ പുറത്തിറക്കുന്നത് ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വലിയ ദൈവിക ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. എവിടെയോ കർത്താവ് കണ്ട പലതും ഇന്നും മാറിക്കിടക്കുമ്പോൾ, ആരെങ്കിലും ഒരാളൊന്ന് പോയിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരാളൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ, ഒന്ന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെങ്കിൽ, ഒരു സുവിശേഷം പറയാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന പല സാഹചര്യങ്ങളുടെ നടുവിൽ പൗലോസ്, ശീലാസ്, നിങ്ങൾ പോലും അറിയാതിരുന്ന സ്ഥാനത്ത് ഉലക സ്ഥാപനത്തിന് മുൻപേ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് ഈ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം. ഹല്ലേലൂയ. അവിടെ എനിക്ക് പോകാൻ ഞാൻ തെരഞ്ഞെടുത്ത പൗലോസ് നിന്നെയും ശീലാസിനെയുമാണ്. പിന്നീട് അവർക്ക് മനസ്സിലാക്കുന്നത് എത്ര പേർക്ക് അത് മനസ്സിലാക്കുന്നുണ്ട്? എവിടെയൊക്കെയോ ദൈവം തന്ന ദർശനത്തെ ഏറ്റെടുത്തുകൊണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക്, ദൈവം നിങ്ങളെ അയച്ച സ്ഥാനത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, നിയോഗം തരുന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ആദ്യത്തെ ആരംഭ സമയങ്ങളൊന്നും മനസ്സിലാകത്തില്ലായിരിക്കാം. ആരംഭ സമയങ്ങൾ എന്തിനാണെന്നൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷേ ചില നാളുകൾ കഴിയുമ്പോൾ, അല്ല ചില മിനിറ്റുകൾ കഴിയുമ്പോൾ, അല്ല ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ, ചില നാളുകൾ കഴിയുമ്പോൾ ദൈവം അത് നിവർത്തീകരിച്ചെടുക്കുന്ന, വ്യക്തമാക്കി തരുന്ന ദൈവമാണെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ആ ദൂതം നിങ്ങളോട് ആലോചന പറയുകയാണ്. അത്ര പേർക്ക് അതൂത് മനസ്സിലാകുന്നുണ്ട്? ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാനങ്ങനെ നോട്ട് ചെയ്ത് വെച്ചത്, പക്ഷെ അതിലേക്കൊന്നും കർത്താവിനെ കൊണ്ടുപോകാതെ ഇതിലേക്ക് തന്നെ നിർത്തിയിട്ട് പറയുക. ഒരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ, ശമരിയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനാണ്. അങ്ങ് ശക്തമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്ന് പറയുകയാണ്, ഗസയിലേക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ. നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി പറയുമ്പോൾ തന്റെ ഹൃദയത്തിൽ വേണമെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാക്കാം, കർത്താവേ, ഞാൻ എന്തിന് ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകണം? ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ശമരിയുടെ സ്ഥലങ്ങൾ, ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന ഈ സ്ഥലങ്ങൾ, ഇവിടെ ശക്തമേറിയ ദൈവിക പ്രവൃത്തികൾ നടക്കുന്ന ഒരു സമയമാണ്. ഇവിടെ വിടുതൽ നടക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, കൂട്ടമായി ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ എന്തിനാണ് കർത്താവെ ഗസയുടെ നിർജ്ജനമായ ഒരു പ്രദേശത്തേക്ക് പോകുന്നത്?
അവിടെ തന്നെ പറഞ്ഞു അത് നിർജ്ജന പ്രദേശമാണെന്ന് പറയുന്നുണ്ട്. ആ നിർജ്ജന പ്രദേശത്തേക്ക് എന്തിനാണ് ഞാൻ പോകുന്നത്? അവിടെ പോയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവിടെ പോയത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വേണമെങ്കിൽ ചോദിക്കാം. വേണമെങ്കിൽ ഇതൊരു മാനുഷിക ചിന്തയാണെന്ന് വരെ തന്റെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടാകാം. എന്നാൽ ഫിലിപ്പോസിന് അറിയാം ഞാൻ കേട്ടത് എന്റെ ദൈവശബ്ദമാണെന്ന്. ഞാൻ കേട്ടത് ദൈവശബ്ദമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് താൻ പോകുന്ന സ്ഥലം അവൻ നിർജ്ജന പ്രദേശമാണെന്ന് ബോധ്യമുണ്ടായിട്ടും അവൻ പോകുകയാണ്. ഇങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ഈ തലമുറയിൽ ആവശ്യം. അവൻ കേട്ട ശബ്ദത്തെ മാനുഷികമായ ശബ്ദമായിട്ട് എടുക്കാതെ ഞാൻ കേട്ടത് ദൈവിക ശബ്ദമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറയെ കർത്താൻ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ലോത്ത് തിരഞ്ഞെടുത്ത പോലെ നീരോട്ടമുള്ള സ്ഥലം കണ്ടു, ഇത് കൊള്ളാം എന്ന് പറയുന്ന മാനുഷികമായ കണ്ണുകൊണ്ട് നോക്കുന്ന ഒരു കൂട്ടരെ അല്ല. ആമേൻ. ദൈവശബ്ദത്തെ, നിർജ്ജന പ്രദേശമാണെങ്കിലും എന്നോട് പോകാൻ പറഞ്ഞത് ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കി ആ നിലവാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന, ആ നിലവാരത്തിൽ കർത്താവിനെ അനുസരിക്കുന്ന അഭിഷക്തന്മാരെ, ദേവദാസന്മാരെ, ദേവദാസിമാരെ കർത്താവിന് ആവശ്യമുണ്ട്. ദൂത പ്രവചനാത്മാവിൽ ഞങ്ങൾ പറയുന്നു, ഏറ്റെടുക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവിക ശബ്ദം കേട്ട് അവൻ ഇറങ്ങി തിരിച്ച ഫിലിപ്പോസ് അവൻ പോകുന്ന വഴിയിൽ ഒരു തേര് കാണുകയാണ്. കർത്താവ് പറഞ്ഞു നീ ആ തേരോട് ചേർന്ന് നടക്കാൻ. അവൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പദമുണ്ട്, തേരിനോട് ചേർന്ന് നടക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഓടുകയാണ്. അവൻ നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഓടുന്ന ഒരു വലിയ മനുഷ്യൻ. അവനോടി. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ പറഞ്ഞ ആ ദൈവിക ശബ്ദം എന്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട്, ഫിലിപ്പോസിന്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് അടുത്തത് കർത്താവ് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നേ, എന്താ സംസാരിക്കാൻ വേണ്ടി പോകുന്നുള്ള ആകാംക്ഷ എന്റെ അകത്ത് ഉണ്ടായിരിക്കാം. ഒരു പക്ഷെ മറ്റേ ആ എത്യോപ്യരാജ്യത്തിലെ ക്ഷണം പോകുന്നത്, അവൻ മന്ത്രി പോകുന്നത് രഥത്തിലും കൂടെ ആയതുകൊണ്ട് നടന്നാൽ ഒരുപക്ഷെ എത്തത്തില്ല, അതുകൊണ്ട് ഓടിയേ പറ്റത്തുള്ളൂ. പക്ഷെ ആ പദം എന്നെ ഒത്തിരി സ്പർശിച്ചൊരു പദമാണ്. തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഓടുന്ന ഒരു ഫിലിപ്പോസ്. കാരണം എത്താൻ വേണ്ടി, അവൻ ആ ദൗത്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആവലോടെ നിൽക്കുന്ന ഒരു ഫിലിപ്പോസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ ആ ദൈവമനുഷ്യൻ ഓടുമ്പോൾ കേൾക്കുന്ന കാര്യം, അവൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുക. അവൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അവൻ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഫിലിപ്പോസ് നേരോട് ചേർന്ന് നടക്കുന്നു. കർത്താവ് പിന്നീടാണ് സംസാരിക്കുന്നത്, നീ അവനോട് ചേർന്ന് നടക്കുക, തേരോട് ചേർന്ന് നടക്കാൻ. ആദ്യത്തെ ശബ്ദം ഇത്ര മാത്രമേ ഉള്ളൂ, ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകുക. ആ ശബ്ദത്തെ ഒരുവൻ അനുസരിക്കാൻ തയ്യാറായപ്പോൾ, ആ സ്ഥലത്ത് എത്തിയപ്പോൾ കർത്താവ് അവനെ കാണിക്കേണ്ട, അവൻ പോകേണ്ടതായി, അവൻ കണക്ട് ആകേണ്ടതായി വ്യക്തിയെ കർത്താവ് കാണിച്ചു കൊടുത്തു. ആ തേര് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് കർത്താവ് പറഞ്ഞത് നീ തേരിനോട് ചേർന്ന് നടക്കണം. അപ്പോൾ ഒരു ദൈവിക ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അതിനെ അവഗണിക്കാം, എനിക്ക് വേണമെങ്കിൽ അതിനെ മാറ്റിക്കളയാം, എനിക്ക് വേണമെങ്കിൽ അതിന് ആമേൻ പറയാം. അവൻ അവഗണിച്ചാൽ കർത്താവിന് വേറെ ആളുണ്ട്, കർത്താവിന് വേറെ ആളെടുക്കും. എന്നാൽ ഞാൻ ആമേൻ പറഞ്ഞ് ഞാൻ ആ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോഴാണ് അടുത്ത ദൈവിക ശബ്ദം വെളിപ്പെട്ട് വരുന്നത്, ആ മറ്റവരോട് ചേർന്ന് നടക്കാം. അപ്പോൾ ഒരു ദൈവിക ശബ്ദം കേട്ട് ഒയ്യോ ഒന്നല്ലേ ഉള്ളൂ, അവിടെ ചെന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ല എന്നാണ് നമ്മൾ പറയുന്നെങ്കിൽ, എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെയൊക്കെ ഒരു ദൈവിക നിയോഗം തരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കുക. ഒരു ദൈവിക നിയോഗം കർത്താവ് തരുമ്പോൾ അവൻ എന്നോട് പോകാൻ വേണ്ടി മാത്രമല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എവിടെ താമസിക്കണം, ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധനോട് സംസാരിക്കുന്നു. നീ ചെല്ലാനാണ് പരിശുദ്ധ എന്നോട് പറഞ്ഞതെങ്കിൽ നീ പോകാം, ഒരുക്കുന്ന ദൈവമുണ്ട്. നീ അവിടെ ചെല്ലാൻ തയ്യാറായാൽ അവൻ അടുത്ത ദൈവിക ശബ്ദം എന്താണെന്ന് കർത്താവ് നിന്നെ കേൾപ്പിക്കാൻ വിശ്വസന ദൈവമാണ്. അവൻ ആ തേര് കാണിച്ചു കൊടുത്ത് കർത്താവ് പറഞ്ഞ തേരോട് ചേർന്ന് നടക്കും. തേരോട് ചേർന്ന് നടന്നു. വായിക്കുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. ഫിലിപ്പോസിന് കുറെ കൂടെ ആവേശമായി. അടുത്തൊരു ചോദ്യം, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഷണ്ണം ചോദിക്കുന്നുണ്ട്, മന്ത്രി ചോദിക്കുന്നുണ്ട്, ഒരാൾ ഇതിന്റെ പൊരുൾ തിരിച്ചറിയാതെ തന്ന പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. ഇതിനകത്ത് മന്ത്രി ചോദിക്കുന്നത് ആരെ കുറിച്ചാ പറയുന്നത്, പ്രവാചകനെ കുറിച്ചാണോ? അവിടെ പറഞ്ഞൊരു പദമുണ്ട്. ഫിലിപ്പോസ് ആ തിരുവഴുത്തുകളെ ആധാരമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് അവനോട് പൊരുൾ തിരിച്ചു പറഞ്ഞു. അപ്പോൾ യെശയ്യാപ്രവാചകന്റെ 53-ാം അധ്യായത്തിൽ യേശു എന്ന പേര് അതിനകത്ത് കാണുന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ നടക്കുന്ന പുത്രന്റെ ക്രൂശമരണത്തെ വിവരിക്കുന്ന കാര്യങ്ങൾ യെശയ്യാപ്രവാചകൻ ആത്മാവിൽ വിവരിച്ച് എഴുതുന്ന പുസ്തകമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. പലപ്പോഴും നമ്മൾ തിരുമേശ ശുശ്രൂഷയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു അധ്യായങ്ങളാണ് യെശയ്യാപ്രവാചകന്റെ 53-ാം അധ്യായം. എന്നാൽ അവിടെ പറഞ്ഞൊരു കാര്യം, ഈ തിരുവഴുത്തുകളെ ആധാരമാക്കി ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് സുവിശേഷം പറയാൻ പുതിയ നിയമം മാത്രം എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സുവിശേഷം മാത്രം എടുത്താലേ സുവിശേഷം പറയാൻ പറ്റുമെന്നുള്ളതൊന്നുമില്ല. വചനത്തിലെ ഏത് കാര്യം എടുത്താലും
അവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ ഏത് കാര്യം എടുത്താലും അതിനകത്ത് നമുക്ക് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് രക്ഷ പറയാൻ പറ്റും. അതിനകത്ത് നമുക്ക് സ്നാനം കൊണ്ടുവരാൻ പറ്റും. അതിനകത്ത് നിത്യത നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വെളിപ്പാടുകൾ നമുക്ക് പറയാൻ പറ്റും. കാരണം തിരുവെഴുത്തുകൾ ദൈവശ്വാസീയമാണ്. അവൻ തിരുവെഴുത്തുകൾ അതിന്റെ നിഴലും പൊരുളുമായിട്ട് കർത്താവ് അതിനകത്ത് വെച്ചിരിക്കുന്നതിന്റെ കാര്യം എല്ലാം ഒന്നിനൊന്ന് കണക്റ്റായി നിൽത്തിന്റെ കാര്യം അവൻ ഇന്നത് എടുത്താൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്നുള്ളതൊന്നുമല്ല. ഏത് ചിന്തയാണെങ്കിലും ഏത് വാക്യത്തിനകത്താണെങ്കിലും ഏത് വ്യക്തിയെ കൊണ്ടുവന്നാലും നമുക്ക് അതിലൂടെ കർത്താവിനെ പ്രസന്റ് ചെയ്യാൻ കഴിയും. അതാണ് തിരുവചനത്തിന്റെ അടിസ്ഥാനം. അവൻ ഈ തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കി യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അവൻ അതിനകത്ത് രക്ഷ വന്നു, അതിനകത്ത് സ്നാനം വന്നു, അതിനകത്ത് നിത്യത വന്നു. അവൻ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് അവൻ മന്ത്രി ചോദിക്കുന്നത്. വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടിട്ട് ചോദിക്കുക. അവൻ വെള്ളമുള്ള സ്ഥലത്തെത്തിക്കുമ്പോൾ അവൻ ഷണ്ണൻ പറയുന്നുണ്ട്, മന്ത്രി പറയുന്നുണ്ട്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എനിക്ക് എന്ത് പ്രയാസം, എനിക്ക് എന്ത് തടസ്സം. ഇടത് വശം പറയുന്നുണ്ട്, അവൻ വിശ്വസിച്ചാൽ നീ വിശ്വസിക്കുന്നില്ല ആകാമെന്ന്. ആ സമയത്ത് ഫിലിപ്പോസ് ക്ലാസ് എടുത്തു. അവൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്ക്. 3 ദിവസം കഴിഞ്ഞ് ചർച്ചനകത്ത് സാക്ഷ്യം പറയുന്നതിന് ശേഷം നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് സ്ഥാനപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. അല്ല, ഫിലിപ്പോസ് എടുത്ത വശം ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നീ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ പറയുന്ന വചനം പറഞ്ഞൊരു കാര്യം വിശ്വാസ സ്നാനം എന്നുള്ളതാണ്. വിശ്വാസ സ്നാനമാണ് കർത്താവിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫിലിപ്പോസ് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നീ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അതിനകത്ത് സ്ഥലം പ്രശ്നമുള്ള കാര്യമല്ല, വ്യക്തികൾ പ്രശ്നമുള്ള കാര്യമല്ല. ഒരുവൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്ഷയെ ഞാൻ വിശ്വസിക്കുന്നു. യേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എന്റെ പാപങ്ങളുടെ മോചനങ്ങളോട് വേണ്ടിയാണ്. യേശു വിശ്വസിച്ചാൽ രക്ഷയുള്ളെന്നും ദൈവത്തിന്റെ കൽപ്പനയെ സ്നാനം ദൈവം എന്നോട് കൽപ്പിച്ചതാണെന്നൊക്കെ ഒരു ബോധ്യം അകത്തുണ്ടെങ്കിൽ ഒരുവൻ അങ്ങനെ വിശ്വസിച്ച് അവന്റെ വായ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ അവൻ എവിടെയാണെന്ന് പറഞ്ഞാലും അതായത് ഏത് പാതിരാത്രിക്കാണെങ്കിലും അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്നാനപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനം നമ്മൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് നീ സ്നാനപ്പെട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഇവന്റെ നിത്യതയ്ക്ക് ആര് സമാധാനം പറയും? ഇവന്റെ നിത്യതയ്ക്ക് ആര് സമാധാനം പറയും? ഞാൻ ഈ വചനങ്ങളൊന്നും പറയാൻ വേണ്ടി വന്നതല്ല, പക്ഷെ പരിശുദ്ധൻ എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു. ഹല്ലേലൂയ. അവനത് ലഭിക്കേണ്ടവർക്ക് ലഭിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തോ കർത്താവ് പറയുന്നു. ഒരു 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് മര്യാദയ്ക്ക് ഞാൻ തന്നെ പറഞ്ഞതിന് ശേഷം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഒരുവൻ വിശ്വസിച്ചുകൊണ്ട് എനിക്കിപ്പോൾ സ്ഥാനപ്പെടണമെന്ന് പറഞ്ഞു വന്നാൽ, വിശ്വസിക്കുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് വിശ്വാസമുണ്ടെങ്കിൽ വചനം പറയുന്ന അവൻ സ്ഥാനപ്പെടുത്താനാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു അവധി കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ ഈ മനുഷ്യൻ നശിച്ചു പോയാൽ, ഈ മനുഷ്യൻ മാറ്റപ്പെട്ടു പോയി, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ ഇവന്റെ ആത്മാവിനെ ആര് സമാധാനം പറയും? ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഫിലിപ്പോസിന്റെ കർത്താവ് അയച്ചത്? ശുശ്രൂഷ ഇല്ലായിട്ടാണോ? നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ലായിട്ടാണോ? അല്ല. കാരണം കർത്താവിന് വേണം ഇതേപോലെ ദൈവകീയ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് വേണം. എല്ലാവരുടെ അടുക്കലേക്കും കർത്താവ് ഇതെങ്ങനെ വന്ന് പറയത്തില്ലല്ലോ. കാരണം കർത്താവിന് അറിയാം, ഞാൻ പറഞ്ഞാൽ അതിന് ആമേൻ പറയുന്ന വ്യക്തിയെ കർത്താവിന് അറിയാം. ഞാനൊരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ വിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്നവനുണ്ടെന്ന് കർത്താവിന് അറിയാം. അവന്റെ അടുക്കലേക്ക് മാത്രമേ ഈ നിയോഗം വരത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവ് എല്ലാവരുടെ മേലെ നിയോഗമുണ്ട്, എന്റെ മേലെ എന്താ വരാത്തേ, എന്റെ മേലെ എന്തെങ്കിലും സംസാരിക്കാത്തേ? കർത്താവിന് ബോധ്യം വേണ്ടേ? എന്നോടൊരു കാര്യം സംസാരിക്കാൻ കർത്താവിന് ബോധ്യം ഉണ്ടാകണം. ശമരി എത്രയും ശുശ്രൂഷ ഉണ്ടാകുമ്പോൾ അത് വിട്ട് ഗസർ നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞാൽ ഫിലിപ്പോസ് പോകുമെന്ന് ദൈവത്തിന് അറിയാം. വേറൊരു വ്യക്തിയോട് വന്ന് പറയാത്തിന്റെ കാര്യം എന്താ? കർത്താവിന് അറിയാം അവനോട് പറഞ്ഞ കാര്യമില്ല, അവൻ പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. എവിടെയൊക്കെ ദൈവശബ്ദം വരുന്നുണ്ടെങ്കിൽ ആ ദൈവിക ശബ്ദത്തെ ദൈവിക ശബ്ദമായി തിരിച്ചറിഞ്ഞ് അവൻ ആമേൻ പറയാൻ തയ്യാറായാൽ ആ പോകുന്ന വഴിയിൽ ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാനുണ്ട്. അത്ര പേർക്ക് ആ ദൈവിക ശബ്ദത്തെ വിശ്വസിക്കാൻ പറ്റും. കർത്താവ് എന്നോട് പറയുന്നു, ദൈവം ചില ദൈവിക നിയോഗങ്ങളെ ഈ ദിവസങ്ങൾ ദൈവം തരാൻ വേണ്ടി പോവുകയാണ്. എന്നോട് കർത്താവ് പരിശുദ്ധ അങ്ങനെ തന്നെ ദൂത് പറയുന്നു. ചില കംഫർട്ട് സോണുകളെ ദൈവം പൊളിച്ചിട്ട് ദൈവം എന്റെ ഇപ്പോഴത്തെ കംഫർട്ട് സോണുകൾ പൊളിച്ച് അടുത്ത ദൈവികമായ പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സമയമാണെന്ന് പരിശുദ്ധാത്മാ ദൂത് കൈമാറുകയാണ്. എത്ര പേർക്ക് ദൈവിക ശബ്ദങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നത്? എത്ര പേർക്ക് ദൈവികമായ നിയോഗങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നത്? കർത്താവ് എന്റെ മേൽ ഒരു ദൈവിക നിയോഗങ്ങൾ എന്റെ മേൽ പകരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദൈവിക ശബ്ദം എന്റെ മേൽ കേൾപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ നിലവാരത്തിലേക്ക് നിങ്ങൾ കയറി നിൽക്കാൻ തയ്യാറാകുക. ദൈവത്തിന് ഇതേപോലെ ദൈവത്തിന് ചിലരെ ഉപയോഗിക്കാൻ മനസ്സുണ്ട്.
അടുത്ത ദൈവിക ശബ്ദങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ മനസ്സുണ്ട്. അവൻ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിലും അവൻ എന്തിനാണ് ഇതിലൂടെ നിങ്ങളെ കടത്തിവിടുന്നത്, എന്തിനാണ് നിങ്ങൾ ഇതിലൂടെ അവൻ കൊണ്ടുവരുന്നത് എന്ന് പറയിപ്പിക്കുന്ന, എന്ന് തെളിയിപ്പിക്കുന്ന ഒരു സമയം നിന്റെ മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അതുകൊണ്ട് കർത്താവിലേക്ക് വരിക, ദൈവിക ശബ്ദത്തിൽ നിങ്ങൾ ചുവടുവയ്ക്കുക. ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായേ. ലാമന ശൈതാരമന ഘടക സിയാദല വൈദമന രഗല ഘടക ശന്തേരിമന രഗല ഘടക സിയാദന രഗന ഘടകൽകര അറൽമനാഥന രഗൽഖരാധന രമന ഘടക ശൈതാരമന ഘടക വന്ദന രമന ഘടക ശൈതേരിമന ഘടക. വിശുദ്ധനെ അങ്ങനെ കാഴ്ച കാണിക്കുന്നത് ഞാൻ ആത്മാവിൽ പറയുകയാണ്. ഒരു കഴുകൻ തന്റെ കൂടനക്കി അവൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ അവൻ ആ കൂട്ടിനകത്തിരിക്കുമ്പോൾ ഇവർക്ക് ഒരു കംഫർട്ട് സോൺ ആണ്. എന്നാൽ കഴുകനറിയാം, അവൻ തള്ള കഴുകനറിയാം അവൻ തന്റെ കുഞ്ഞുങ്ങൾ എപ്പോൾ പറക്കേണ്ട സമയമാണെന്ന്. അവർ എത്ര നാൾ മാത്രമാണ് അവന് കൂടിനകത്തിരിക്കേണ്ടത്. അവൻ കഴുകന്റെ കുഞ്ഞുങ്ങൾ തൻ കൂടനക്കുമ്പോൾ അതിൻ്റെതായ ചില്ലകളെല്ലാം പറിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കംഫർട്ട് സോണിലേക്ക് മാറി നിൽക്കും. അവർക്ക് നിൽക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇവർ മാറി നിൽക്കും. പക്ഷേ അവസാനത്തെ അവരുടെ കംഫർട്ട് സോണുകളും ഈ തള്ളക്കഴുകൻ എടുത്ത് മാറ്റിക്കളയുമ്പോൾ പറക്കാൻ അറിയാത്തവർ ചിറകിട്ടടിച്ച് താഴേക്ക് വീഴും. അവർ ചിന്തിക്കും, അയ്യോ ഞാൻ താഴേക്ക് പോകുമ്പോൾ ഞാൻ നശിച്ചു പോകുമല്ലോ. ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു പോറലും ഏൽക്കാതെ താഴെ വീഴ് ഞാൻ ഇപ്പോൾ നശിച്ചു പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് തള്ളക്കഴുകൻ തന്റെ ചിറക് വീഴ്ച് അവരെ തന്റെ ചിറകിൽ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു കഴുകനെ നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും ഉയരത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും താൻ പറക്കാൻ വേണ്ടി വിടും. ചില നാളുകൾ ഇങ്ങനെയൊക്കെ ചെയ്ത് തുടർമാനമായി ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവരുടെ ചിറകുകൾക്ക് ഒരു ശക്തി ഉണ്ടായി. ഇവർ താഴെ വീഴാതെ പറക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുന്നവരെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? നിന്റെ കംഫർട്ട് സോണുകൾ ദൈവം ചിലത് പൊളിക്കുന്നതിന്റെ കാര്യം നീ പറക്കാനുള്ളത് കൊണ്ടാണ്. നിന്നെ ഇവിടെ നിർത്തിയാൽ, ഈ സ്ഥാനത്ത് നീ നിന്നാൽ ഇവിടെ മാത്രം നീ ഒതുങ്ങി നിൽക്കേണ്ടവനല്ല എന്നുള്ളതായ ബോധ്യം ദൈവത്തിന് അകത്തുള്ളത് കൊണ്ടാണ് നിന്റെ കംഫർട്ട് സോണുകൾ പൊളിയുന്നത്. ചില കംഫർട്ട് സോണുകൾ പൊളിയുമ്പോൾ നമ്മുടെ അകത്ത് വേദന ഉണ്ടാകും. നമ്മുടെ ഹൃദയത്തിനകത്ത് ഭാരം ഉണ്ടാകും. എന്താണ് കർത്താവ് സംഭവിക്കുന്നത്? ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. കർത്താവ് ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാനങ്ങൾ എന്റെ കയ്യിൽ കർത്താവ് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതെനിക്ക് കംഫർട്ട് അല്ലേ എന്ന് പറയുമ്പോൾ എന്തിനാണ് നിന്റെ ഈ കംഫർട്ട് സോണുകൾ ദൈവം പൊളിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, നീ പറക്കാനായെന്നുള്ളതൊരു ബോധ്യം എന്റെ ദൈവത്തിന്റെ അകത്തുള്ളത് കൊണ്ട് ഇനിയും നീ കംഫർട്ട് സോണിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ടവനല്ല എന്നുള്ളത് ദൈവത്തിന്റെ ബോധ്യമുള്ളത് കൊണ്ടാണ് നിന്റെ പല കംഫർട്ട് സോണുകളും പൊളിക്കുന്നത്. എന്നോട് കർത്താവ് പറഞ്ഞു, നീ ചിലത് പറക്കാനുള്ളതാണ്, നീ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ളതാണ്. നീ മാറിയിരുന്നത് മതി, നീ അടങ്ങിയിരുന്നത് മതി. അടുത്ത ദൈവിക നിലവാരങ്ങളിലേക്ക് പറക്കാൻ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ഒരു പക്ഷെ അല്പം വേദന ഉണ്ടാകും. കംഫർട്ട് സോണുകൾ പൊളിയുമ്പോൾ അല്പം വേദന ഉണ്ടാകും, മാനസിക പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇത് പൊളിഞ്ഞെങ്കിൽ മാത്രമേ നീ പറക്കത്തുള്ളൂ, ഇത് പൊളിഞ്ഞെങ്കിൽ മാത്രമേ നീ പറക്കത്തുള്ളൂ, ഇത് സംഭവിച്ചെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ അടുത്ത ഉയർച്ച ഉണ്ടാകത്തുള്ളൂ, ഇത് വെളിപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ നീ അടുത്ത ഞാൻ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് നീ കയറി നിൽക്കത്തുള്ളൂ എന്ന് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് കൊണ്ട് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? എന്റെ ദൈവം അറിയാതെ എല്ലാ ജീവിതത്തിൽ പലതും പൊളിഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുക. സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങളുടെ സമയത്താണ് എന്റെ മേലും നിങ്ങളുടെ മേലും കിടക്കുന്ന അഭിഷേകം എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്നത് പ്രതിസന്ധിയുടെ ഘട്ടത്തിനകത്താണ്. നോർമലായി നിൽക്കുന്ന സമയത്ത് വലിയ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ, ഒരു നിരാശ ഉണ്ടാകുമ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണ് ഞാൻ ആത്മീകനാണോ എന്നുള്ളത് ദൈവം അറിയുന്നത്, നമ്മൾ തിരിച്ചറിയുന്നത്. അവനോട് കർത്താവ് പറയുന്നത്, സാഹചര്യങ്ങൾക്ക് അതീതമായിട്ടുള്ളതായ ദൈവിക പദ്ധതിയിലേക്ക് ഒന്ന് കയറി നിൽക്കാൻ തയ്യാറാകും. നീ ആത്മീകനാണെന്ന് നിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കട്ടെ. സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുമ്പോൾ അതുവരെ ആമേൻ പറഞ്ഞത്, അതുവരെ കർത്താവ് നടത്തുമെന്ന് പറഞ്ഞതായ വാക്കുകളെ മാറ്റി എന്താ കർത്താവ് എന്നുള്ള ചോദ്യമല്ല ചോദിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തതോ എന്നുള്ള ചോദ്യമല്ല ചോദിക്കേണ്ടത്. അതല്ല അതിൽ നിന്ന് പുറത്തു വരേണ്ടത്. അഭിഷേകത്തോടെ ഇതെന്റെ ദൈവം അനുവദിച്ചതാണ്, ഇതിനകത്ത് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ്
ആത്മാവിൽ കയറി നിൽക്കാൻ തയ്യാറാകുക. അഭിഷേകത്തോടു കൂടെ ചിലരെ നോക്കി കൽപ്പിക്കാൻ തയ്യാറാകുക. അവനെതിരെ വരുന്ന കാറ്റിനോട്, എതിരെ വരുന്ന അവൻ വീശിയടിക്കുന്ന ആമൻ പ്രതികൂലത്തിന്റെ കാറ്റുകളോട് അവൻ വരാൻ പോകുന്നതായ വിടുതലുകളെ കണ്ട് ആത്മാവിൽ കൽപ്പിക്കുക. കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് അഭിഷേകത്തിന്റെ ശക്തിയോടെ പറയാൻ തയ്യാറാകുക. അഭിഷേകത്തിന്റെ ശക്തിയോടെ ചില തകർക്കാൻ തയ്യാറാകുക. നീ എത്തരുതെന്ന് അവൻ വിചാരിക്കുന്ന സ്ഥാനത്ത് നീ ചെന്നാൽ വിടുതൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് അവിടെ നിന്ന് എത്തിക്കാതെ വണ്ണം വീശിയടിക്കുന്ന ചില പ്രതികൂല കാറ്റുകളെ, ദേശാധിപതി ശക്തികളെ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ ആത്മാവിൽ നീ തകർക്കാൻ തയ്യാറാകുക. കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞ് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക. നിന്റെ മേലൊരു അധികാരമുണ്ട്, നിന്റെ മേലൊരു ദൈവിക ശക്തിയുണ്ട്, നിന്റെ മേലൊരു ദൈവിക കൃപയുണ്ട്, വചനത്തിന്റെ അധികാരമുണ്ട്. ആ വചനത്തിന്റെ അധികാരത്തെ എടുത്ത് നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ചിലനെ നോക്കി നീ കൽപ്പിക്കാൻ തയ്യാറാകുക. Laibana Sianderiana Rahashas Mahaloria Sianteria Laibrana Shekrosia Sainteli Maratania Nagasia. Brother ദൈവിക ശബ്ദത്തെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ആത്മാവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, ചില വിലക്കുകളെ എനിക്ക് ആത്മാവിൽ തിരിച്ചറിയണം. ദൈവത്തിന്റെ നിയോഗങ്ങളെ, ആത്മനിയോഗങ്ങളെ ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ നിയോഗമാണെന്ന് പറഞ്ഞ് ഞാൻ ചിലതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കർത്താവേ, അങ്ങ് എന്നോട് വിലക്കുന്ന വിലക്കുകളെ ഒന്ന് തിരിച്ചറിയാൻ, പരിശുദ്ധാത്മ വിലക്കുന്ന വിലക്കുകളെ തിരിച്ചറിയാൻ, പരിശുദ്ധം സംസാരിക്കുന്ന സംസാരത്തെ തിരിച്ചറിയാൻ കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കർത്താവൻ കാര്യങ്ങളെ ചെയ്യാൻ കർത്താവൻ കാര്യങ്ങളെ ചെയ്യുന്നു. അവൻ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന കംഫർട്ട് സോണുകൾ ദൈവം പൊളിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ കർത്താവ് അടുത്ത ദൈവിക സ്ഥലങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും ദൈവം നിയോഗങ്ങൾ തരുന്നുണ്ടെങ്കിൽ ആമൻ വിശ്വസിച്ച് ആമേൻ പറ. ദൈവശബ്ദമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിന് ആമേൻ പറ. നിർജ്ജന പ്രദേശമാണെന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. പോകുന്ന വഴിയിൽ നീ നിൽക്കുന്ന സ്ഥാനത്ത് നീ സ്ഥാനപ്പെടുത്താത്ത മന്ത്രിയെ നിന്റെ കാര്യത്തിൽ തരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടാകും. ഫിലിപ്പോസിനോട് പറഞ്ഞാൽ ആദ്യത്തെ സമയത്ത് തന്നെ പറഞ്ഞാൽ അവൻ ചാടി ഇറങ്ങിപ്പോയേനെ. പക്ഷെ കർത്താവിന് അതല്ല വേണ്ടത്. ഞാൻ ഒരു കാര്യം പറയാതിരിക്കുമ്പോൾ, നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞ് മാത്രം ഞാൻ അയക്കുമ്പോൾ, ആ നിർജ്ജന പ്രദേശത്തിന്റെ ദൂത് കേട്ട് ഒരുവൻ ഇറങ്ങിയാൽ അവനെ കൊണ്ടാണ് ദൈവത്തിന് മന്ത്രിമാരെ ഏൽപ്പിക്കാനുള്ളത്. ഒരു മന്ത്രിയെ സ്ഥാനപ്പെടുത്താനാണെന്ന് പറഞ്ഞാൽ അവൻ 100% ഒന്നും ചോദിക്കാതെ ഒരു പക്ഷെ ഫിലിപ്പോസ് അല്ല വേറെ ആരാണെങ്കിലും ഇറങ്ങിപ്പോകും, ഞാനാണെങ്കിലും ഇറങ്ങിപ്പോകും. പക്ഷെ കർത്താവ് നോക്കുന്നത് ഞാൻ മറച്ചു വെച്ചൊരു കാര്യം മറച്ചു വെച്ചിട്ട് അവൻ നിന്നോട് നിർജ്ജന പ്രദേശം എന്ന് ദൂത് പറയുമ്പോൾ നിനക്ക് അതിനകത്ത് ആമേൻ പറയാൻ പറ്റും. അതാണ് കർത്താവ് നോക്കുന്നത്. അങ്ങനെ നീ ആമേൻ പറഞ്ഞാൽ നീ പോലും ചിന്തിക്കാത്തത് എന്തിനെ നീ നിന്ന സ്ഥലത്ത് നിനക്ക് സ്നാനപ്പെടുത്താൻ പറ്റാത്തതിനെ എന്റെ ദൈവം നിന്റെ കാര്യത്തിൽ തരാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് രാത്രി പരിശുദ്ധ ദൂത് പറയുന്നു. ഇതൊരു പ്രവചന ശബ്ദമാണ്, ഇതൊരു ദൈവിക ആലോചനയാണ്. എന്തോ കർത്താവ് എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. ബാമൻ പല സമയത്തും പലപ്പോഴും ആവർത്തിച്ച് ചില സ്ഥലങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആലോചന വെളിപ്പെട്ടിട്ടും ഇന്ന സ്ഥലത്ത് എനിക്കൊരു വേലയുണ്ടെന്ന് പരിശുദ്ധം വ്യക്തമായി സംസാരിച്ചിട്ടും ചില സ്ഥലങ്ങളെ കർത്താവ് വ്യക്തമായി ആലോചന പറഞ്ഞിട്ട് പോകാതെ നിൽക്കുന്നവരോട് ഇന്ന് രാത്രി ഒരു വാണിങ്ങോടെ ഞാൻ ആത്മാവിൽ പറയുന്നു. ഇതൊരു പക്ഷേ തന്റെ ജീവിതം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു അവസാനത്തെ ദൈവിക ശബ്ദമായിരിക്കും ഇത്. കർത്താവ് പറഞ്ഞു, നീ ഇത് ഇറങ്ങാൻ തയ്യാറല്ലെങ്കിൽ കർത്താവ് വേറെ ആളെ നോക്കും. ഞാനത് അധികാരത്തോടു കൂടെ പ്രവചനാത്മാവ് പറയുന്നു. പലപ്പോഴും വാണികൾ തന്ന് അവൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞ സ്ഥലങ്ങൾ തന്ന്, ദർശനം തന്ന്, സ്ഥലം തന്ന് കർത്താവ് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങാതെ നിൽക്കുന്നവരോട് പുരുഷൻ പറയുന്നു, നീ ഇറങ്ങിയില്ലെങ്കിൽ കർത്താവ് അടുത്ത ആളെ നോക്കും. അത് നിനക്കൊരു നഷ്ടമായിരിക്കും. ഫിലിപ്പോസ് ഇറങ്ങിയതുപോലെ ദൈവശബ്ദം കേട്ട് ഇറങ്ങുക, ഒന്നുമില്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കാനല്ല. കർത്താവ് പറയുന്നു, അങ്ങനെ നിൽക്കാനല്ല. നീ ഇറങ്ങിയാൽ അടുത്ത ദൈവശബ്ദം നീ അവിടെ നിന്ന് കേൾക്കും. അടുത്തത് ചെയ്യേണ്ടത് ദൈവം നിന്നോട് സംസാരിക്കും. അങ്ങനെ ഒരു ദൈവിക നിലവാരത്തിലേക്ക്, അടുത്ത ദൈവിക പദ്ധതിയിലേക്ക് നിർജ്ജന പ്രദേശത്തെ വീണ്ടും ദൈവത്തിന് പ്രസാദമുള്ള സ്ഥലമാക്കി മാറ്റാൻ, ഒരു കൂട്ടത്തെ കൊണ്ടുവരുവാൻ, നീരൊഴുക്കുകളെ കൊണ്ടുവരുവാൻ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് മനസ്സിൽ ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം പറഞ്ഞ് നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അടുത്തൊരു ദൈവികമായ പ്രവൃത്തി കാണുവാൻ
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവിക മഹത്വം ചലിക്കട്ടെ, ആ രാജ്യത്തിന്റെ വ്യാപ്തി സംഭവിക്കട്ടെ, ദൈവിക കൃപ വെളിപ്പെട്ടു വരേണ്ടതിന് ഒരിക്കൽ കൂടെ ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം അത് ചെയ്യും. എല്ലാ മാനമോഹത്തും ഞങ്ങൾ അംഗീകരിക്കുകയാണ്. സകല ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.